തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ചിലർ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ ചേർത്തതായി പരാതി. പൂകുന്നത്ത് ആൾതാമസമില്ലാത്ത ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 73 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തതായാണ് ആക്ഷേപം. തുടർ പരിശോധനയിൽ 73 പേരിൽ ആരും തന്നെ ഫ്ളാറ്റിൽ താമസിക്കുന്നില്ലെന്ന് ബോധ്യമായി. കള്ളവോട്ട് ശ്രദ്ധയിൽപ്പെട്ടയുടൻ LDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കളക്ടർ VR കൃഷ്ണതേജയെ പരാതി അറിയിച്ചു. തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം BLOയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഫ്ളാറ്റിലെത്തി നടത്തിയ പരിശോധനയിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ ആരും തന്നെ ഫ്ളാറ്റിൽ താമസമില്ലെന്ന് വ്യക്തമായി. ഫ്ളാറ്റിന്റെ ഉടമകളോ വാടകക്കാരോ അല്ല വോട്ടർ പട്ടികയിലെന്നും തെളിഞ്ഞു. വ്യാജവിലാസം നൽകി ഇല്ലാത്ത പേരിൽ എങ്ങനെ വോട്ടുകൾ ചേർത്തുവെന്നത് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കള്ളവോട്ടുകാരെ കണ്ടെത്താനും അന്വേഷണം തുടങ്ങി. വ്യാജവിലാസം നൽകി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, ചെയർമാൻ MK കണ്ണൻ, KK വത്സരാജ്, PK ഷാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകരും ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി. വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴും 73 പേർ എവിടെയെന്ന് കണ്ടെത്താനായില്ല. തുടർന്ന് വ്യാജ വോട്ടർമാർക്ക് സ്ലിപ്പ് വിതരണം ചെയ്തിരുന്നോ എന്ന് BLOമാരോട് ചോദിച്ചപ്പോൾ ഈ 73 പേരുടെ സ്ലിപ്പ് ഒരു കെട്ടായി കൈമാറിയെന്നും എന്നാൽ വോട്ടർമാരെ നേരിൽ കാണാനായില്ല എന്നുമായിരുന്നു LDF നേതാക്കൾക്ക് ലഭിച്ച മറുപടി. ഫ്ളാറ്റുകളിൽ താമസമില്ലാത്തിടത്ത് കുത്തിക്കയറ്റി 73 വോട്ട് ചേർന്നു എന്നാണ് ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ ഒരിക്കലും സമ്മതിക്കില്ല. അവരെ ജയിലിൽ അടയ്ക്കുന്ന നിലപാടിലേക്ക് നമ്മൾ പോകും. മാന്യമായി വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് പോലും അന്തസ്സായി വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ കള്ളവോട്ട് ചേർത്തിയവരെയും വോട്ട് ചെയ്യാൻ വരുന്നവരെയും മാതൃകാപരമായ നടപടിക്ക് ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും.